29-ാം ഭാഗം. ഖുർആനിലെ തേനീച്ച. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച മറ്റൊരു ജീവിയാണ് തേനീച്ച. തേനീച്ച എന്ന പേരിലും വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൻ നഹൽ. പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നുമൊക്കെ പൂന്തേൻ ശേഖരിച്ച് മധുരവും ഔഷധ ഗുണവുമുള്ള പാനീയമായ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഒരു ഷഡ്പദമാണ് തേനീച്ച. തേനീച്ചകൾ പൂക്കളിൽ നിന്ന് മധുവിനോടൊപ്പം പൂമ്പൊടിയും ശേഖരിക്കുന്നുണ്ട്. തേനീച്ചകൾ ഉണ്ടാക്കുന്ന മെഴുക് അറകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ തേനീച്ചയുടെ കൂട്ടിൽ നിന്നെടുക്കുന്ന ആ മെഴുക് അറകൾ, അത് അവരുടെ സ്റ്റോറേജാണ്. അവർ തന്നെ ഉണ്ടാക്കുന്ന ഈ മെഴുക് അറകളിലാണ് തേനും പൂമ്പൊടിയുമൊക്കെ ശേഖരിക്കുന്നതും സംഭരിക്കുന്നതും, അതിൽ സംഭരിച്ചു വെക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്. തേനീച്ച എന്ന അധ്യായത്തിൽ സൂറത്തുൻ നഹലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കുക. വഔഹാ റബ്ബുക ഇലൻ നഹൽ, നിന്റെ നാഥൻ തേനീച്ചക്ക് ബോധനം നൽകി. അനിത്തഖദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ, പർവ്വതങ്ങളിൽ നീ കൂടുണ്ടാക്കിക്കോ, മരങ്ങളിൽ നീ കൂടുണ്ടാക്കിക്കോ, മനുഷ്യരുണ്ടാക്കുന്ന പന്തലുകളിൽ അല്ലെങ്കിൽ കൃത്രിമമായ കൂടുകളിൽ നീ നിൻ്റെ വീടുണ്ടാക്കിക്കോ എന്ന് തേനീച്ചക്ക് ബോധനം നൽകി. അപ്പോൾ മലകളിലും പിന്നീട് മരങ്ങളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന പന്തലുകളിലുമൊക്കെ നീ നിൻ്റെ വീടുണ്ടാക്കിക്കോ, കൂടുണ്ടാക്കിക്കോ എന്ന് തേനീച്ചയോട് പറഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൻ നഹൽ 68-ാമത്തെ ആയത്ത്. തൊട്ടടുത്ത ആയത്ത് നോക്കുക. സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, പിന്നെ എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചോ. ഫസ്ലുക്കി സുബുല റബ്ബിക്, നിന്റെ നാഥൻ കാണിച്ചു തരുന്ന വഴികളിലൂടെ നീ സഞ്ചരിച്ചോ. യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, അതിൻ്റെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള പാനീയം പുറത്തേക്ക് വരുന്നു. ഫീഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ, അതിൽ തീർച്ചയായും ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. സുമ്മ കുലി മിൻ കുല്ലി സമറാത്തി ഫസ്ലുക്കി സുബുല റബ്ബിക്കി ദുലുല, നിന്റെ റബ്ബ് നിനക്ക് കാണിച്ചു തന്നിട്ടുള്ള, നിനക്ക് പാകപ്പെടുത്തി തന്നിട്ടുള്ള വഴികളിലൂടെ നീ സഞ്ചരിക്കുക എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസി ഇന്ന ഫീ ദാലിക ലആയ ലിഖൗമി യതഫക്കറൂൻ, അതിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള തേൻ വരുന്നു, അതിൽ ജനങ്ങൾക്ക് ഔഷധമുണ്ട്. അവയുടെ വയറ്റുകളിൽ നിന്ന് വിവിധ നിറങ്ങളിലുള്ള ഈ ഔഷധ പാനീയം പുറത്തേക്ക് വരുന്നു, അതിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. തുടങ്ങുന്നത് വഔഹാ റബ്ബുക ഇലൻ നഹൽ, തേനീച്ചക്ക് നിന്റെ നാഥൻ വഹ്യ് നൽകി എന്നാണ്. അള്ളാഹു പ്രവാചകന്മാർക്ക് വഹീ നൽകിയതായി നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ
തേനീച്ചക്ക് വഹി നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു എങ്ങനെയാണ് തേനീച്ചക്ക് വഹി നൽകുന്നത്? നിന്റെ നാഥൻ തേനീച്ചക്ക് ബോധനം നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തേനീച്ചയെ പടക്കുമ്പോൾ തന്നെ, തേനീച്ചയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിന് ഒരു നൈസർഗിക ബോധം നൽകുന്നു എന്നാണ്. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ, നീ പർവ്വതങ്ങളിൽ വീടുണ്ടാക്കിക്കോ, വമിനശ്ശജരി, ഈ മരങ്ങളിലും വീടുണ്ടാക്കിക്കോ, വമിമ്മാ യഅറുഷൂൻ, മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന പന്തലുകളിൽ കൂടുകളിൽ നീ വീടുണ്ടാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചക്ക് ബോധനം നൽകി എന്നാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹുവിനല്ലാതെ ലോകത്തുള്ള വേറെ ഒരു എഞ്ചിനീയർക്കും തേനീച്ചയെ വീടുണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ല. ഒന്നാമത് അത്രയും സങ്കീർണമാണ് തേനീച്ചക്കൂടുണ്ടാക്കുക എന്ന ഈ പണി. ഏറ്റവും കഴിവുള്ള എഞ്ചിനീയർ വരെ അത്ഭുതപ്പെട്ട് അന്തം വിട്ടു നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ആണ് അതിൻ്റെ ആ ഷഡ്ഭുജാകൃതിയിലുള്ള ആ തേനീച്ചയുടെ കൂടുകൾ. അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും ഈ വിദ്യ തേനീച്ചകളെ പഠിപ്പിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഔഹാ റബ്ബുക ഇലൻ നഹൽ എന്ന് പറഞ്ഞത്. ഇനി തുടർന്ന് നോക്കുക, പിന്നെ പറയുന്നത് അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ എന്നാണ്. ഈ പർവ്വതങ്ങളിൽ നീ കൂടുണ്ടാക്കിക്കോ. ഇവിടെ ഇത്തഖിദി എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീലിംഗം പ്രയോഗിച്ചിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം തേനീച്ച പെണ്ണെ നീ കൂടുണ്ടാക്കുക. പിന്നീട് അടുത്ത ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നീ കൂടുണ്ടാക്കുക, നീ തേൻ ശേഖരിക്കുക. അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ. എന്തിനാണ് ഇവിടെ അള്ളാഹു സ്ത്രീലിംഗം പ്രയോഗിച്ചിട്ടുള്ളത്? തേനീച്ച പെണ്ണെ നീ കൂടുണ്ടാക്കുക, നീ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞത് എന്താണ്? അപ്പോൾ പെണ്ണിനോടുള്ള കൽപ്പനയാണ് ഇവിടെ എന്ന് വ്യക്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇങ്ങനെ തേനീച്ചയോട് കൽപ്പിച്ചത്? തൊട്ടടുത്തുള്ള ആയത്തിൽ കുലി, തേനീച്ച പെണ്ണെ നീ തിന്നോ, നീ ഭക്ഷിച്ചോ. ഫസ്ലുക്കി, നീ പ്രവേശിച്ചോ. ഈ കൽപ്പനകളൊക്കെ കൃത്യമായി തേനീച്ചയെ അഭിസംബോധന ചെയ്യുന്നതാണ്. റബ്ബുക എന്ന് പറയുന്നതിന് പകരം റബ്ബുക്കി, പെണ്ണെ നിന്റെ നാഥൻ എന്ന് തേനീച്ചയോട് പറയുന്നുണ്ട്. അപ്പോൾ തേനീച്ചയോടാണ് അഭിസംബോധന. തേനീച്ചയോടാണ് വീടുണ്ടാക്കാനും കൂടുണ്ടാക്കാനും തേൻ ശേഖരിക്കാനും ഒക്കെ പറയുന്നത്. വൈ, എന്തുകൊണ്ടാണ്? കാരണം വളരെ വ്യക്തം, തേനീച്ചയാണ് പണിയെടുക്കുന്നത്. ഈ അടുത്ത ശാസ്ത്രലോകം കണ്ടെത്തിയ കാര്യമാണ്, തേനീച്ചയാണ് പണിയെടുക്കുന്നത്. ആണുങ്ങൾ മടിയന്മാരായി വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ തേനീച്ച കോളനി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു റാണി ഈച്ചയുണ്ടാകും. അങ്ങനെ ഒരു റാണി ഈച്ചയും കുറേ വേലക്കാരികളും കുറച്ച് മടിയനീച്ചകളും. ഇതാണ് ഒരു നല്ല തേനീച്ച കോളനിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ മടിയൻ ഈച്ചകൾ എന്ന് പറഞ്ഞാൽ അത് പണിയെടുക്കാതെ തിന്നുന്ന, അല്ലെങ്കിൽ പണിയെടുക്കാതെ വീട്ടിൽ മടിയന്മാരായി ഇരിക്കുന്ന ജോലിക്കാരാണ്. ജോലി ചെയ്യാത്ത ആൺ ഈച്ചകളാണ്. ജോലിക്കാരി ഈച്ചകളെക്കാൾ അല്ലെങ്കിൽ ഈച്ചകളെക്കാൾ ഇവർക്ക് വലുപ്പം കൂടുതലുണ്ടാകും, വീതി കൂടുതലുണ്ടാകും, തിളങ്ങുന്ന ഉദരഭാഗമുണ്ടാകും. ഇവരുടെ ഒരു പണി റാണിയുമായി ഇണചേരുക എന്നത് മാത്രമാണ് ഇവരുടെ ജോലി. വേറെ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്നവരാണ് ഈ ആണുങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണീച്ചയോടാണ് പറയുന്നത്, നീ പോയിക്കോ, നീ കറങ്ങിക്കോ, നീ പൂവുകളിലേക്ക് ഓടിപ്പോയിക്കോ, അവിടെ നിന്ന് തേൻ ശേഖരിച്ചോ, നീ എന്നിട്ട് വീടുണ്ടാക്കിക്കോ. ഇതൊക്കെ അള്ളാഹു പറയുന്നത് തേനീച്ചയോടാണ്. കോളനിയിൽ ഒരു റാണി ഉണ്ടാവും, ആ റാണിയുടെ പണി മുട്ടയിടുക എന്നത് മാത്രമാണ്. പിന്നെ പണികളൊക്കെ എടുക്കുന്നത് ഈ തേനീച്ച, റാണിയല്ലാത്ത മറ്റു വേലക്കാരി തേനീച്ചകളാണ്. അപ്പോൾ ഇവിടെ ആദ്യായത്തിൽ പരാമർശിക്കുന്നത് മലകളിലും മനുഷ്യൻ കെട്ടിയുണ്ടാക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം നീ വീടുണ്ടാക്കാൻ അള്ളാഹു അതിനെ പഠിപ്പിച്ചു എന്നാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ആയത്തിൻ്റെ അവസാനത്തിൽ മിമ്മാ യഅരിശൂൻ എന്ന് പറയുന്നുണ്ട്. മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന പന്തലുകളിൽ നിങ്ങൾ കൂടുണ്ടാക്കിക്കോ.
ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതില്ലായിരുന്നെങ്കിൽ തേനീച്ചയോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മലകളിൽ പോയിട്ട് അല്ലെങ്കിൽ ദൂരെയുള്ള പർവ്വതങ്ങളിൽ പോയി അല്ലെങ്കിൽ വലിയ മരങ്ങളിൽ പോയിട്ട് വീടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് തേൻ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന തേനീച്ച കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. ആളുകൾ തേനീച്ചക്ക് വളരാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തേനീച്ചകൾ വരുന്നു, അവരവിടെ കൂട് കെട്ടുന്നു. അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ പ്രത്യേക സംവിധാനങ്ങൾ മനുഷ്യരുണ്ടാക്കുന്നു. അള്ളാഹു തേനീച്ചയോട് പറയാണ്, പെൺ തേനീച്ചയോട് പറയാണ്, നീ അവിടെ പോയും കൂട് കെട്ടിക്കോ, അവിടെ പോയും വീടുണ്ടാക്കിക്കോ. തുടർന്ന് അള്ളാഹു പറയുന്നു, സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളിൽ നിന്നും നീ പോയിട്ട് തേനെടുത്തോ, ഭക്ഷിച്ചോ. ഫസ്ലുക്കി സുബുല റബ്ബിക്കി ദുലുല, നീ നിൻ്റെ നാഥൻ പാകപ്പെടുത്തി തന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ദൂര സ്ഥലങ്ങളിൽ പോയി തേൻ ശേഖരിച്ച് അവർ കൂടുണ്ടാക്കാൻ ഒരുപാട് കാതം പറന്ന് അവരുടെ വീടുകളിലേക്ക് വരുന്നു. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാൻ. തേൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, മാർക്കറ്റിലുള്ള തേൻ തന്നെ പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള, വ്യത്യസ്ത രീതികളിലുള്ള, വ്യത്യസ്ത ടേസ്റ്റുകളിലുള്ള തേൻ നമുക്ക് കാണാൻ പറ്റും. ഈ തേൻ ഉണ്ടാക്കുന്ന ഈ സംഗതി അത് അതിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത നിറങ്ങളിലുള്ള പാനീയം അത് അതിൻ്റെ വയറുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നാണ്. അതിലും അള്ളാഹു ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫീഹി ഷിഫാഉൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട്. തേനൊരു ഔഷധമാണ് എന്ന് ഇന്ന് പ്രത്യേകിച്ച് ആരോടും പറയേണ്ടതില്ല. തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് ഹണി അല്ലെങ്കിൽ തേൻ എന്ന് പറയുന്നത്. മധുരമുള്ള ഒരു ഔഷധമാണ്, അതൊരു പാനീയമാണ്. പുഷ്പങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച് തേൻ ഈച്ചയുടെ ഉമിനീരുമായി യോജിപ്പിച്ച്, അതിൻ്റെ ഒരു പ്രക്രിയ നിങ്ങൾ ആലോചിക്കണം. ആ തേനീച്ചയുടെ ഉമിനീരുമായി യോജിപ്പിച്ച് വയറിനുള്ളിൽ ആക്കി അത് കൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. വയറിനുള്ളിൽ വെച്ച് ഒരു വലിയ ഒരു പ്രക്രിയ തന്നെ നടക്കുന്നു. എന്നിട്ടത് പഞ്ചസാര, പ്രത്യേക തരത്തിലുള്ള പഞ്ചസാരയായി രൂപാന്തരം പ്രാപിക്കുന്നു. എന്നിട്ട് ഉള്ളിൽ സംഭരിച്ചിട്ടുള്ള ഈ തേനും വഹിച്ചുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുന്ന ഈച്ച കൂട്ടിൽ വന്ന് ജോലിക്കാരായ ഈച്ചകൾക്ക് ഇത് കൈമാറുന്നു. അവരത് പിന്നെയും പ്രോസസ്സ് ചെയ്യാണ്. 150 മുതൽ 250 തവണ വരെ വയറിലേക്ക് വലിച്ചെടുക്കുന്നു, പുറത്തേക്ക് തികട്ടുന്നു, പിന്നീട് വയറിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു, പുറത്തേക്ക് തികട്ടുന്നു. ഇങ്ങനെ ചെയ്തിട്ടാണ് അത് ആ പ്രക്രിയയിലൂടെ തേനാക്കി ദഹിപ്പിച്ച് അത് പിന്നീട് അതിൻ്റെ നിക്ഷേപങ്ങളിൽ, അറകളിൽ സൂക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം ആ തേനിൽ കടന്നുകൂടിയിട്ടുള്ള ജലാംശം വറ്റിക്കാൻ വേണ്ടി ചിറകുകൾ കൊണ്ട് ഫാനായിട്ട് വർക്ക് ചെയ്യാണ്. ചിറകുകൾ വീശിയിട്ട് അതിൻ്റെ ആ ജലാംശം വറ്റിക്കുന്നു. ഇത് വർഷങ്ങളോളം കേടുകൂടാതെ ഇതിൽ സൂക്ഷിക്കുകയാണ്. പ്രകൃതിദത്തമായ ഒരു ആൻറ്റിബയോട്ടിക്കാണ് തേൻ എന്ന് പറയുന്നത്. പൊള്ളലേറ്റ നമ്മുടെ ശരീരത്തിലൊക്കെ പൊള്ളലേറ്റാൽ മുറിവുകൾ അണുയുക്തമാക്കാൻ വേണ്ടി തേൻ ഉപയോഗിക്കും. തേനിൽ അടങ്ങിയിട്ടുള്ള ഔഷധ ഗുണങ്ങൾ, അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ്, ഇത് ഒരുപാട് കാര്യങ്ങൾക്ക്, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു, ഹൃദ്രോഗങ്ങളെ തടയുന്നു എന്നൊക്കെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഡോക്ടർമാർ പറഞ്ഞു തരുന്നു. ഇനി ഈ ആയത്തുകൾ ഒന്നുകൂടി പാരായണം ചെയ്തു നോക്കൂ. വഔഹാ റബ്ബുക ഇലൻ നഹൽ, നിന്റെ നാഥൻ തേനീച്ചക്ക് ബോധനം നൽകി. അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂത്ത, പർവ്വതങ്ങളിൽ നീ വീടുണ്ടാക്കിക്കോ. വമിനശ്ശജരി, മരങ്ങളിൽ വീടുണ്ടാക്കിക്കോ. വമിമ്മാ യഅറുശൂൻ, ജനങ്ങൾ ഉണ്ടാക്കുന്ന പന്തലുകളിലും സ്ഥലങ്ങളിലും നീ പോയി വീടുണ്ടാക്കിക്കോ. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളിൽ നിന്നും നീ പോയി ഭക്ഷിച്ചോ. ഫസ്ലുക്കി സുബുല റബ്ബിക്ക് ദുലുല, നീ നിൻ്റെ റബ്ബ് നിന്നോട് കാണിച്ചു തന്നിട്ടുള്ള എല്ലാ പാദങ്ങളിലും പാകപ്പെടുത്തിയ വഴികളിലൂടെയും സഞ്ചരിച്ചോ. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബ്, എന്നിട്ട് ആ തേനീച്ചയുടെ വയറിൽ നിന്നും പാനീയം പുറത്തേക്ക് വരുന്നു. മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത നിറങ്ങളിലുള്ള. ഫീഹി ഷിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്കതിൽ രോഗശമനമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും അതിൽ ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ധാരാളം ആയത്തുകളുണ്ട്, അതിൽ ദൃഷ്ടാന്തമുണ്ട്. ആലോചിച്ച് നോക്കുക, എന്തൊരു അത്ഭുതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.